നമസ്കാരം. പ്രധാന വാർത്തകൾ. പുറപ്പുഴ ശുദ്ധജല വിതരണ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. പദ്ധതി 2014 ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്യും. പനി പ്രതിരോധത്തിന് ആയുർവേദം ഉപയോഗപ്പെടുത്തണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ ഭാരവാഹികൾ. ബൈക്ക് യാത്രക്കാരായ കുടുംബത്തിനു നേരെ ഗുണ്ട ആക്രമണം. വാർത്തകൾ വിശദമായി. പുറപ്പുഴ ശുദ്ധജല വിതരണ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് നിർവഹിച്ചു. 30 കോടി രൂപ മുടക്കിൽ പുറപ്പുഴ മണക്കാട് പഞ്ചായത്തുകൾക്ക് വേണ്ടിയാണ് ശുദ്ധജല വിതരണ പദ്ധതി സ്ഥാപിക്കുന്നത്. സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാൻ ചാർജ് എടുത്ത ഉടനെ തന്നെ സൂപ്പർ എഞ്ചിനീയർ സണ്ണിയെ വിളിച്ച് ഈ പുറപ്പുഴ മണക്കാട് പഞ്ചായത്തുകൾക്ക് ഒരു ബൃഹത്തായ വാട്ടർ സപ്ലൈ സ്കീം വേണമെന്ന് പറഞ്ഞാൽ ഉടനെ ഉണ്ടാകില്ല. സർവേ നടത്തണം, ഇതിലേക്ക് പൈപ്പ് ഇടണം എന്നൊക്കെ വിശദമായ പദ്ധതി തയ്യാറാക്കി വാട്ടർ അതോറിറ്റി അവതരിപ്പിച്ച് SLSSC സ്കീമിൽ പെടുത്തി ഫണ്ട് അനുവദിക്കണം. കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടുകൂടി നടപ്പാക്കേണ്ട പദ്ധതിയാണ്. ഈ 2 പഞ്ചായത്തും കൂടി 30 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി. ഒരു 15 കോടി രൂപ വെച്ച് 2 പഞ്ചായത്ത്. അത് നമുക്ക് കംപ്ലീഷൻ 2 വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കണം. അപ്പൊ ഈ ജല ദൗർലഭ്യം നമുക്ക് അവസാനിപ്പിക്കണം. പുറപ്പുഴയിൽ വേനലായാൽ വലിയ പ്രശ്നമായിരുന്നു, പ്രത്യേകിച്ച് കുറിഞ്ഞി പ്രദേശത്തൊക്കെ. അതുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് കുറിഞ്ഞി വെച്ച് തന്നെ ഉദ്ഘാടനം നടത്തി. അത് ഈ പ്രദേശത്തിനായിരിക്കും ഏറ്റവും വലിയ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ 3 കോൺട്രാക്ടർമാരാണ് ഏൽപ്പിക്കുന്നത്. പുറപ്പുഴയിലും മണക്കാട്ടിലും ഒരേ കോൺട്രാക്ടർമാരാണ് വന്നിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് അവരുടെ ഒരു പ്രധാന ചുമതലയാണ്. ഏറ്റവും വേഗം ഇത് പൂർത്തിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരുടെയും സഹകരണം വേണം. ഈ പൈപ്പ് ലൈൻ എല്ലാം തീർക്കണം. തൊടുപുഴ ആറ്റിൽ നിന്ന് വെള്ളം ഒരിക്കലും പറ്റിപ്പോകുന്നത്. തൊടുപുഴ ആറ്റിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഒരേ ട്രീറ്റ്മെന്റ് പ്ലാന്റാണ്. അങ്ങനെ വന്ന് ഈ പ്രദേശത്തിനാകെ 2 വർഷക്കാലം കൊണ്ട് കുടിവെള്ള പ്രശ്നം പരിപൂർണമായി പരിഹരിക്കാനുള്ള ഈ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി. കുണിഞ്ഞിയിൽ ചേർന്ന ഉദ്ഘാടന ചടങ്ങിൽ PT തോമസ് MP, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീലാമ്മ ജോസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതീഷ് മാത്യു എന്നിവർ പങ്കെടുത്തു. 2014 ഓഗസ്റ്റിൽ പദ്ധതി കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. പനി പ്രതിരോധത്തിന് ആയുർവേദം ഉപയോഗപ്പെടുത്തണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വളരെ ലഘുവായ ചികിത്സാ രീതികൾ ആയുർവേദത്തിലുണ്ട്. തൊടുപുഴ ധന്വന്തരി വൈദ്യശാലയുമായി സഹകരിച്ച് ജൂൺ 11 പകർച്ചപ്പനി ചികിത്സയും മരുന്ന് വിതരണവും നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സതീഷ് കുമാർ വാര്യർ, സെക്രട്ടറി ഡോക്ടർ ജേക്കബ് വാര്യർ എന്നിവർ പറഞ്ഞു. പടർന്നു പിടിച്ച ഡെങ്കിപ്പനി അതുണ്ടാക്കിയിരിക്കുന്ന സമൂഹത്തിലുണ്ടാക്കിയിരിക്കുന്ന ഭീതി ഇതെല്ലാമാണ്. ശരിക്കും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം മാറിയ സ്വഭാവം കൂടുതലാണ്. അതുപോലെ തന്നെ ആയുർവേദത്തിന് കൃത്യമായ ഒരു റോളും ഇപ്പം എടുക്കുന്നില്ല. സർക്കാർ തലത്തിലാണെങ്കിലും ആയുർവേദത്തിന് അതിൻ്റെതായിട്ടുള്ള യാതൊരു സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഈ ഡെങ്കിപ്പനിയുടെ പല എമർജൻസികളിലും ആയുർവേദ മരുന്ന് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും അങ്ങനെ ഒരു നീക്കം പോലും ഒരിടത്തുനിന്നും ഉണ്ടാവുന്നില്ല. അപ്പം ഈ പബ്ലിക് ഹെൽത്തിന്റെ ഈ ഒരു മെഡിക്കൽ എമർജൻസിയിൽ ആയുർവേദത്തിന് കൃത്യമായ അവകാശപ്പെട്ട ഒരു പ്രാധാന്യം കിട്ടാൻ വേണ്ടിയുള്ളൊരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു പത്രസമ്മേളനമാണിത്. ആയുർവേദ കോളേജ് അധ്യാപക സംഘടന, ഗവൺമെന്റ് മേഖലയിലെ ആയുർവേദ ഡോക്ടർമാരുടെ വിവിധ സർവീസ് സംഘടനകൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിട്ട് ഉള്ള ഫോറമാണ് AMA. അപ്പം എല്ലാവർക്കും വേണ്ടിയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിന് വന്നിരിക്കുന്നത്. ഇപ്പോൾ പടർന്നു പിടിച്ചിരിക്കുന്ന പനിക്ക് ആദ്യത്തെ 3 മുതൽ 5 ദിവസം വരെ ലഘുവായ ആഹാരം, തിളപ്പിച്ചാറിയ ഔഷധീകരിച്ച ശുദ്ധജലം, മതിയായ വിശ്രമം, ലഘുവായ ചികിത്സകളും മതിയാകും. ആവശ്യമില്ലാണ്ടുള്ളൊരു മാനേജ്മെന്റും ആവശ്യമില്ല. ഇതിന് കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട് ആയുർവേദത്തിൽ. ഇന്ന ദിവസം എന്തൊക്കെ ചെയ്യണം, 3 സ്റ്റേജായിട്ട് തന്നെ തിരിച്ചാണ് ചെയ്യുന്നത്. ആഹാരത്തെ ഔഷധീകരിച്ച് നൽകുവാൻ പഞ്ചകോല ചൂർണം ചേർന്ന് തയ്യാറാക്കിയ ഔഷധക്കഞ്ഞി,
തുളസിയിലയും ചുക്കും മല്ലിയും ഇട്ട് തിളപ്പിച്ച ശുദ്ധജലം, ചുക്ക്, മല്ലിക്കാപ്പി തുടങ്ങിയവ പനിയുടെ പ്രതിരോധത്തിനും ആദ്യഘട്ടത്തിൽ വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. ബൈക്ക് യാത്രക്കാരായ കുടുംബത്തിന് നേരെ ഗുണ്ടാ ആക്രമണം നടന്നതായി പരാതി. വെൺമണി സ്വദേശി ടോമി, ഭാര്യ സോണിയ, മക്കളായ സോന, ടോണ, സ്നേഹ എന്നിവർക്കാണ് മുണ്ടൻമുടി ഭാഗത്ത് ഓട്ടോയിലെത്തിയ 4 അംഗ സംഘത്തിന്റെ മർദ്ദനം ഏറ്റത്. ഗുണ്ടകൾ സഞ്ചരിച്ച ഓട്ടോയെ മറികടന്നെന്നാരോപിച്ച് വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു. ഇവരുടെ ആഭരണവും പണവും പിടിച്ചുപറിച്ചതായി പറയപ്പെടുന്നു. ഞങ്ങളുടെ സ്വന്തം വീട് വെൺമണിയിലാണ്. ഞങ്ങൾ കാളിയാർ വാടകയ്ക്ക് താമസിക്കുക. അവിടുന്ന് സാധനങ്ങൾ എടുക്കാനായിട്ട് പോയതാ. മുണ്ടമുടി കവലയിൽ എത്തിയപ്പോഴത്തേക്കും ഓവർടേക്ക് ചെയ്തെന്നാണ്. അവിടെ 4 പേരുണ്ടായിരുന്നു ഓട്ടോറിക്ഷയിൽ. അവന്മാർ പറയണത് ഓവർടേക്ക് ചെയ്ത് ഞങ്ങൾ മുമ്പിൽ കയറിയെന്നാണ് അവർ പറയണത്. എന്ന് പറഞ്ഞ് തെറി പറയാൻ കൊള്ളത്തില്ല, അതേ രീതിയിലുള്ള തെറിയാണ് പറഞ്ഞത്. വന്നത് അവന്മാർ വണ്ടി നിർത്തി, വണ്ടി ഇറങ്ങി. ആദ്യം ഞങ്ങളിരുന്ന ബൈക്ക് ചവിട്ടി മറിച്ചിട്ടു. ചേട്ടായിനെ അവിടെ ഉന്തി, എന്തോ കയ്യിലെന്തോ ഇരുമ്പ് കഷ്ണം എന്തോ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഒരൊറ്റ അടി അടിച്ചു. എൻ്റെ ചെറിയ കൊച്ചു ചേട്ടയുടെ കയ്യിലായിരുന്നു. ആ കൊച്ചു തെറിച്ച് താഴെ പോയി, തലയെല്ലാം ഇടിച്ച്. പിന്നെ എൻ്റെ ഈ കുഞ്ഞിനെ എടുത്ത് എറിഞ്ഞു. നീ കഴുത്തിൽ കിടന്ന മാലയും അതിന് ഇവരുടെ 2 പേരുടെയും മാലയും വലിച്ചു പൊട്ടിച്ചു, കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു വണ്ടി ചേട്ടായി വീണ് ബോധം കെട്ട് പോയായിരുന്നു. ഒരു വണ്ടി വിളിക്കാൻ ഒന്നും സമ്മതിച്ചില്ല. അവർ വന്ന വണ്ടിക്കാരെ എല്ലാം ഭീഷണിപ്പെടുത്തി വിട്ടു. പിടിച്ചുവിടാനായിട്ട് ഒരാൾ വന്ന് അവരെ അടി കൊടുത്ത് ഓടിച്ചു. ഇവർ അടിവയറ്റിനും കിട്ടൊക്കെ ചവിട്ടി. മാല 2.5 പവൻ്റെ എൻ്റെ മാല, എൻ്റെ നെയ്റ്റ് വലിച്ചു കയറിയിട്ട് കേസ് കൊടുക്കുമെന്ന് പറയുമ്പോഴത്തേക്കും എന്നാൽ നിങ്ങളുടെ പൈസയും കൊണ്ട് തന്നെ ഞങ്ങൾ കേസ് കളിച്ചോളാം, അടിയും തെറിയും പറഞ്ഞുകൊണ്ട് എൻ്റെ മാല വലിച്ചു കുറച്ച് പോയത്. പണമായിട്ട് 20,000 രൂപ ഉണ്ടായിരുന്നു. ഞങ്ങൾ എൻ്റെ വള പണയം പോയതായിരുന്നു വെൺമണിയിൽ. ടോമിയെയും കുടുംബത്തെയും ഗുണ്ടകൾ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടെങ്കിലും ഭയം നിമിത്തം ആരും ഇടപെടാൻ തയ്യാറായില്ലെന്ന് ദൃക്സാക്ഷിയായ സിജു പറയുന്നു. മുണ്ടമുടി കവല എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഇവിടെ വെൺമണിക്ക് പോണ വഴിയാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക് പോണ വഴിയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ അവിടെ തല്ലി ബൈക്കിട്ട് ബ്ലഡിൽ ഇങ്ങനെ നിൽക്കുക. ബ്ലഡ് നാശമായി തലയൊക്കെ പൊട്ടിക്കിടക്കുക. പെട്ടെന്ന് ഞാൻ അവിടെ ചോദിക്കുക, ഒരു 100 പേര് കൂടുതൽ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ച് ഞാനൊരു പൊതുപ്രവർത്തനമായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിന്ന് ഇട്ടിട്ട് പോകാൻ പാടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ പിള്ളേരും ആ സ്ത്രീയും വിളിച്ചുകൊണ്ടിരിക്കുക. ആകെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഗുണ്ടകളാണെന്നാണ് അറിയപ്പെടുന്നത്. അവർ 2-3 പേര് അവിടെ ആക്രമിക്കുന്നു. ഒരുത്തനാണ് ഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് ആക്രമിക്കുകയും ആ സ്ത്രീയെ മുടിക്കുത്തിന് പിടിച്ച് തിരിക്കുകയൊക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തൊഴിക്കുകയും തല്ലുകയും ചെയ്യുന്നു. മൊബൈലും മേടിച്ചോളാൻ പറഞ്ഞതാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു അടുത്ത കാലത്ത് കാണാത്തൊരു രീതി, കാരണം കണ്ണൂർ പ്രദേശത്തൊക്കെ കാണാറുണ്ട് അപൂർവമായിട്ട്. ആ ഒരു രീതിയിലാണ് അവിടെ കാണുക. കാരണം ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു അവിടെ. അപ്പോൾ അത് കാണാനും നിൽക്കാനും ആരും തയ്യാറാകാതെ എല്ലാവരും മാറിപ്പോവുക. കാരണം ഇവർ അവിടെ സ്ഥിരം പ്രശ്നക്കാരാണെന്നാണ് അറിയുന്നത്. പോലീസ് എത്തിയാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. നാട്ടിൽ സ്ഥിരം ഭീതി സൃഷ്ടിക്കുന്ന ഗുണ്ടകളെ നാട്ടുകാർക്ക് ഭയമാണത്രേ. പ്രതികൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നെങ്കിലും പോലീസ് അന്വേഷിക്കുന്നതായി അറിഞ്ഞ് മുങ്ങിയതായാണ് വിവരം. ഒളമറ്റത്ത് സിസ്റ്റേഴ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന പ്രത്യാശ ഫാമിലി കൗൺസിലിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സോഷ്യൽ വെൽഫെയർ ബോർഡിന്റെ അംഗീകാരമുള്ള കേരളത്തിലെ ചുരുക്കം ചില ഫാമിലി കൗൺസിൽ സെന്ററായി ഈ പ്രത്യാശ റീഹാബിലിറ്റേഷൻ സെന്റർ മാറി. ഇതിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് ഇതിന്റെ സെക്രട്ടറി, ഞങ്ങൾ കൊച്ചു സിസ്റ്റർ എന്ന് വിളിക്കുന്ന മെല്ലിയാണ്. ഈ രംഗത്ത് വളരെ സുദൃഢമായ സേവനമാണ് പ്രത്യാശ റീഹാബിലിറ്റേഷൻ സെന്റർ ചെയ്യുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ടെൻഷനില്ലാത്ത ആരുമില്ല. അങ്ങനെ ടെൻഷൻ വന്ന ഒരു ദുർബല നിമിഷത്തിൽ നാം അറിയാത്തത് പലതും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, പലപ്പോഴും SSLC പരീക്ഷ കഴിഞ്ഞാൽ ഒരു ആത്മഹത്യകളുടെ ഒരു കൂട്ട ഓട്ടം നമുക്ക് കേരളത്തിൽ കാണാനാണ്. പക്ഷെ സന്ദർഭത്തിന് അനുസൃതമായി ഇവരെയൊക്കെ ഒന്ന് സഹായിച്ചാൽ, ഒന്ന് നിർദ്ദേശിച്ചാൽ തീർച്ചയായും അവരൊക്കെ രക്ഷപ്പെടും. ഇപ്പോൾ പല സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികൾക്ക് കൗൺസിലിംഗ് ഉണ്ട്. കാരണം അവരുടെ ഈ ചെറുപ്പകാലത്ത്, അവർ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ടെൻഷൻ അത് ഒന്ന് കുറയ്ക്കാൻ ഈ റീഹാബിലിറ്റേഷൻ സെന്ററിൽ മന്ത്രി PJ ജോസഫ്, PT തോമസ് MP, മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിലുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു. തൊടുപുഴയിൽ നടന്ന യോഗം DYSP ആന്റണി തോമസ് ഉദ്ഘാടനം ചെയ്തു. കേസെടുക്കാൻ ഡിലേ വരുത്തിയിട്ടുണ്ടെങ്കിൽ
SHOയ്ക്ക് 1 വർഷം കഠിന തടവ്. നിങ്ങൾ ആരെങ്കിലും വായിച്ചായിരുന്നോ? ഈ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇനി നമ്മളെ ശിക്ഷണപ്പെടുത്തിക്കൊണ്ടാണ് ഇനി മുന്നോട്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് ശിക്ഷ ഇന്നതാണെന്ന് കാണിച്ചുകൊണ്ടുള്ള നമ്മുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് ഡിലേ വരുത്തിയിട്ടുണ്ടെങ്കിൽ, പണ്ട് കാലത്ത് ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ നടക്കുമായിരുന്നു, ഇൻക്രിമെന്റ് തടയലോ അല്ലെ പ്രൊമോഷൻ യഥാസമയത്ത് കിട്ടാതിരിക്കുകയോ ചെയ്യുന്നു. ഇപ്പൊ അതല്ല വന്നിരിക്കുന്നത്. ഇപ്പം വരുന്നത് നമുക്ക് കുറ്റവാളികളെ പോലെ കഠിന തടവ് കിട്ടുന്ന ഒരവസ്ഥയാണ്. വിവരാവകാശ നിയമപ്രകാരം നമ്മൾ കൃത്യസമയത്ത് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ, അവർ ചോദിക്കുന്നതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ അതിന് ഏതാണ്ട് 300 രൂപയോ 500 രൂപയോ അല്ലെ 1000 രൂപയോ ഫൈൻ, അതിന്റെ ആ കാലഘട്ടം അനുസരിച്ച് തിരിച്ചിട്ട് നമുക്ക് സാമ്പത്തികമായിട്ട് പൈസ കൊടുത്താച്ചാൽ മതി. പക്ഷെ ഇപ്പം അതല്ല വരുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു പാട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേര് ക്രൈം കേസ് എടുക്കുക, ട്രയൽ നടത്തുക, ശിക്ഷിക്കുക. ഇതിന് ഫൈനൊന്നുമില്ല, 1 വർഷം കഠിന തടവാണ്. ഈ ഒരവസ്ഥയിലേക്ക് പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഈ കൂട്ടായ്മ എല്ലാം വളരെ നല്ലതാണ്. സഹകരണ സംഘ ഓഫീസ് നല്ലതാ, കൂട്ടായ്മ നല്ലതാ, നമ്മൾ ഓരോന്ന് ചോദിച്ച് ഗവൺമെന്റിനോട് മേടിക്കുന്നതാണ്. അതനുസരിച്ച് നമ്മളും കൂടെ ഇച്ചിരി അറിവിന്റെ ലോകത്തേക്ക് വരണം. വേറെ നിങ്ങൾക്ക് വലിയ ജനറൽ നോളജ് സമ്പാദിക്കുക എന്നുള്ളതല്ല, നിയമവശങ്ങളെ പറ്റിയും പുതിയതായിട്ട് വരുന്ന നടപടികളെ പറ്റി, നിയമ നടപടികൾക്ക് തന്നെ ഒരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ നിയമങ്ങൾ വരികയാണ്. ഇതുകൂടെ പഠിക്കുവാനുള്ള ആവേശം കൂടെ ഓരോ വ്യക്തികളും കാണിച്ചിരിക്കണം. CI സജി മർക്കോസ്, അസോസിയേഷൻ നേതാക്കളായ ശശീന്ദ്രൻ, KV രാജു, MS ഷാജഹാൻ, സനൽകുമാർ, PJ വർഗീസ് എന്നിവർ പങ്കെടുത്തു. KSRTC ബസിനെ ബൈക്കിൽ മറികടക്കുമ്പോൾ എതിരെ വന്ന കാറിനും ബസിനുമിടയിൽപ്പെട്ട് LD ക്ലാർക്കായ യുവാവ് മരിച്ചു. ഈരാറ്റുപേട്ട മാളിയേക്കൽ മുഹമ്മദ് കുട്ടിയുടെ മകൻ ഇക്ബാലാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. രാവിലെ 8 മണിയോടെ മുട്ടത്തിന് സമീപമാണ് അപകടമുണ്ടായത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോയി. വെങ്ങല്ലൂർ UP സ്കൂളിലെ കുട്ടികൾക്ക് കോൺഗ്രസ് മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. DCC പ്രസിഡന്റ് റോയി K പൗലോസ് ഉദ്ഘാടനം ചെയ്തു. കുറേ വർഷങ്ങളായി മിക്കവാറും എല്ലാ വർഷവും പാർട്ടിയുടെ ഈ മേഖലയിലുള്ള നേതാക്കന്മാരുടെയും അതുപോലെ ഈ മേഖലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ, ബുക്കുകൾ ഒക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ 2-3 പ്രാവശ്യം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്കൂളിൽ എത്തിച്ചേർന്നു. നമ്മുടെ വെങ്ങല്ലൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ വന്നപ്പോൾ തന്നെ ടീച്ചറിനോട് ചോദിക്കുകയല്ലേ, കുട്ടികളുടെ എണ്ണമൊക്കെ മൊത്തത്തിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. ടീച്ചർ പറഞ്ഞു ഈ വർഷം വളരെ കൂടുതലാണ്, 15 കുട്ടികൾ 1ാം ക്ലാസ്സിലേക്ക് 14 പേര് വന്നിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകൾ നിലനിൽക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. താൽക്കാലികമായിട്ടൊക്കെ ആളുകൾക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ഒരുപക്ഷെ തോന്നാം നല്ല നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, കുട്ടികൾക്ക് നല്ല മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്ന മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ പോകേണ്ടതാണ്, അതൊക്കെയാണ് നിലനിൽക്കേണ്ടത് എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം, അല്ലെങ്കിൽ തോന്നാമെങ്കിൽ പോലും നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആ സാന്നിധ്യം ഉണ്ടായില്ല എങ്കിൽ ഉണ്ടാകാവുന്ന ഒരു അപകടം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളൊക്കെ അപ്പുറമായിരിക്കും എന്നുള്ള വസ്തുത നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള മുനിസിപ്പാലിറ്റിയുടെ നിയന്ത്രണത്തിലുള്ളതാണെങ്കിലും ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ളതാണെങ്കിലും അത്തരം സ്കൂളുകളിലെ കുട്ടികൾ എത്രയെന്നുള്ളത് നോക്കാതെ, അതിന്റെ ലാഭവും നഷ്ടവും നോക്കാതെ നേതാക്കളായ KG സജിമോൻ, ജിയോ മാത്യു, നിയാസ് കൂരപ്പള്ളി, K ദീപക്, KH റഫീഖ്, താജുനിസ തുടങ്ങിയവർ പങ്കെടുത്തു. കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി വെങ്ങല്ലൂർ UP സ്കൂളിലെ കുട്ടികൾക്ക് കുട വിതരണം നടത്തി. വെങ്ങല്ലൂർ മഹൽ സെക്രട്ടറി MH ഇസ്മായിൽ അധ്യക്ഷനായിരുന്നു. ഇമാം ഷെരീഫ് മൗലവി കുട വിതരണം നിർവഹിച്ചു. അറിവിനെ പകർത്തിക്കൊടുക്കുന്ന ഘടകമാണ് ഭാഷ. അക്ഷരങ്ങൾ മുതൽ, നമ്മുടെ മുന്നിൽ കാണുന്ന ഈ അക്ഷരങ്ങൾ മുതൽ
നാം ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി കാണുകയാണ്. കാരണം മനുഷ്യരുടെ മാത്രമല്ല സർവരുടെയും നിലനിൽപ്പിൻ്റെ ആധാരമാണ് ഈ അക്ഷരക്കൂട്ടങ്ങൾ. സംസ്കാര സമ്പന്നമായ സൽഗുണ സമ്പന്നരായ ഒരു ഭാവി, അതിൻ്റെ പണിപ്പുരയാണ് ഈ കാണുന്ന പണിപ്പുര. ഭാഷ അത് അറബിയാകട്ടെ അനറബിയാകട്ടെ, ഉറുദു ആകട്ടെ, ഹിന്ദി ആകട്ടെ, മലയാളമാകട്ടെ, സംസ്കൃതമാകട്ടെ, ഭാഷ അനുഗ്രഹമാണ്. അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം. അത് ചവിട്ടാനുള്ളതല്ല, എടുത്തു മാറ്റണമെന്ന് ഉസ്താദ് പറഞ്ഞതിന്റെ പിന്നിലുള്ള തത്വത്തിൽ അറിവിന് സമൂഹം കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ കൊടുക്കുന്ന പ്രാധാന്യവും മഹത്വവും, അദ്ദേഹത്തിന്റെ അനുഭവം പഴയത് പകർത്തുകയും അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായ തമിഴ്നാട്ടിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതന്റെ കൂട്ടത്തിൽ യാത്ര ചെയ്യവേ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നിരിക്കുന്നതിന് വേണ്ടി പേപ്പർ വിരിച്ച് അതിൽ ഇരുന്നപ്പോൾ കൊച്ചുമകനായ എന്നോട് പറഞ്ഞു, ഇത് അക്ഷരക്കൂട്ടങ്ങൾ അറിവിലേക്കും അതുപോലെ മനുഷ്യന്റെ ഭാവിക്കും ആണിത്തറയാണ്, അമൂല്യ ഘടകമാണ്, അടിസ്ഥാന ഘടകമാണ്. ഇതിനെ നിന്ദിക്കുന്ന ഒരു പ്രവർത്തനവും പാടില്ല. നമുക്ക് മാറ്റിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ നാം ചെരുപ്പ് തുടയ്ക്കുമ്പോൾ വെൽക്കമെന്നോ യൂസ് മീ പോലുള്ള പദപ്രയോഗങ്ങൾ ഒരിക്കലും അത് ഉചിതമല്ല. അറിവിനെ ബഹുമാനിക്കുന്ന മനുഷ്യന് ചവിട്ടാനുള്ള നല്ല അക്ഷരങ്ങളെന്ന് അദ്ദേഹത്തിന്റെ ഈ അനുഭവത്തിലൂടെയും അല്ലെങ്കിൽ ഈ ഒരു ഇടപെടലിലൂടെ നമുക്ക് മനസ്സിലാക്കി. എം ജിനദേവൻ അനുസ്മരണവും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും ജൂൺ 12-ന് 4 മണിക്ക് തൊടുപുഴ അർബൻ ബാങ്കിൽ നടക്കുമെന്ന് CPM ഏരിയ സെക്രട്ടറി VV മത്തായി, ജിനദേവൻ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി VV ഷാജി, M കുമാരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് നടക്കുന്ന അനുസ്മരണ സമ്മേളനം LDF കൺവീനർ വൈക്കം വിശ്വൻ ഉദ്ഘാടനം ചെയ്യും. എം ജിനദേവന്റെ അനുസ്മരണ സമ്മേളനം ഈ ജൂൺ 12, അദ്ദേഹം മരിച്ച ദിവസം ജൂൺ 12-ആണ്. ആ ജൂൺ 12-ന് നടത്തപ്പെടുകയാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് CPM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനം കൂടാതെ തന്നെ കുടുംബാംഗങ്ങൾ ചേർന്നുകൊണ്ട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലും CPM കൂടി ചേർന്നുകൊണ്ടാണ് ഇത്തവണത്തെ പ്രവർത്തനങ്ങൾ ആഘോഷം നടത്തുന്നത്. പ്രധാനമായിട്ടും ഈ ട്രസ്റ്റ് കഴിഞ്ഞ 4 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം. എല്ലാ വർഷവും ഒരു 100-ലധികം പേർക്ക് തന്നെ നമ്മൾ വിദ്യാഭ്യാസ സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ ചികിത്സാ സഹായം, ഇത്തരത്തിലുള്ള പ്രധാന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ട്രസ്റ്റ് പ്രധാനമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷവും അതനുസരിച്ചിട്ട് ഇടുക്കി ജില്ലയിലുള്ള പല സ്കൂളുകളിൽ നിന്ന് നമ്മൾ അപേക്ഷ അണിക്കുകയും അതനുസരിച്ച് കുട്ടികളുടെ ലിസ്റ്റുകളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ വൈദ്യസഹായം കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടി നടക്കുന്നുണ്ട്. ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തൊടുപുഴ അർബൻ ബാങ്കിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ വൈക്കം വിശ്വനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ അവസരത്തിൽ ഉടുമ്പൻചോല MLA KK ജയചന്ദ്രൻ ഈ വൈദ്യസഹായത്തിന്റെ വിതരണം നൽകും. ചികിത്സാ സഹായം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി KP മേരിയാണ് നിർവഹിക്കുന്നത്. കൂടാതെ യോഗത്തിൽ ട്രസ്റ്റ് ഉപദേശ സമിതി അംഗമാണ് കുമാരൻ ചേട്ടൻ, അതുപോലെ തന്നെ അടുത്ത ഏരിയ സെക്രട്ടറിമാരായിട്ടുള്ള മൂലമറ്റം ഏരിയ സെക്രട്ടറി KL ജോസഫ്, അതുപോലെ തന്നെ കരിമണ്ണൂർ ഏരിയ KR ഗോപാലൻ പങ്കെടുക്കുന്നതാണ്. ഇതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് CPM-ന്റെ ഇവിടുത്തെ ഏരിയ സെക്രട്ടറി V മത്തായിയാണ്. ഇദ്ദേഹം ട്രസ്റ്റിന്റെ ഉപദേശക സമിതി അംഗങ്ങളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുറപ്പുഴ ശുദ്ധജല വിതരണ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. പദ്ധതി 2014 ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്യും. പനി പ്രതിരോധത്തിന് ആയുർവേദം ഉപയോഗപ്പെടുത്തണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ ഭാരവാഹികൾ. ബൈക്ക് യാത്രക്കാരായ കുടുംബത്തിനു നേരെ ഗുണ്ട ആക്രമണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.